ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ലഡാക്ക് റൈഡിന് ശേഷം ഞാൻ എവിടെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, കാശ്മീർ വരെ എന്തായാലും പോയി, സോ ലെറ്റ്സ് ഗോ ടു ധനുഷ്കോടി. സോ അങ്ങനെ ഞാനും എൻ്റെ ബ്രദേഴ്സും ധനുഷ്കോടിയിലേക്ക് പോവാണ്. ഞങ്ങളിതൊരു 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ രാമേശ്വരത്ത് സ്റ്റേ, പിന്നെ അവിടെ ഒന്ന് കറങ്ങി നടന്ന് കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാമേശ്വരം ടു ധനുഷ്കോടി, അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ട്രിച്ചിയിൽ അവിടെ സ്റ്റേ. അവിടുന്ന് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ട്രിച്ചി ടു ബാംഗ്ലൂർ. അങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി ബാംഗ്ലൂരിൽ നിന്ന്. ഞങ്ങൾ വന്ന റൂട്ട് ബാംഗ്ലൂർ, കൃഷ്ണഗിരി, സേലം, ട്രിച്ചി, പുതുക്കോട്ടെ, രാമേശ്വരം, ആ റൂട്ടാണ് ഞങ്ങളെടുത്തത്. മോസ്റ്റ്ലി ഹൈവേസാണ്, നല്ല റോഡാണ്. ഒരു 580 കിലോമീറ്ററിനടുത്ത് വരും ഈ ഒരു റൂട്ട്. കൃഷ്ണഗിരിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ഹൈവേ എടുക്കാതെ കുറച്ച് ഹൊസൂർ കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് എടുത്തിട്ട് ആ ഒരു റൂട്ടാണ് എടുത്തത്. അത് കുറച്ച് വില്ലേജ് സൈഡിലൂടെ പോകുന്ന റോഡാണ്, മെയിൻ ഹൈവേ അല്ല. ബട്ട് നല്ല വ്യൂസാണ്, നല്ല റോഡാണ്, നല്ല ഗ്രീനറി, കുറച്ച് എന്താ പറയുന്നത്, നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. യു ക്യാൻ എൻജോയ് ഇറ്റ്. പിന്നെ വേറെയുള്ള ഹൈവേസാണ്, ആൾമോസ്റ്റ് എല്ലാം ഒരേപോലെ ഉണ്ടാവും വ്യൂസ് എല്ലാം. പിന്നെ ട്രിച്ചി സൈഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുതുക്കോട്ടെ സൈഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങും. ലൈക്ക് നല്ല നെൽപ്പാടങ്ങളും പിന്നെ കുളങ്ങളും പാടങ്ങളും നല്ല ഗ്രീനറിയും, കുറേ റോഡുകൾ ഹൈവേ 2 സൈഡിലും കുറേ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല തണലും പിന്നെ കുറേ പനകളൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ആക്ച്വലി നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റും, ഇത് ഒക്ടോബറിൽ പോയ റൈഡാണ്. ബട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ലഡാക്ക് ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ അങ്ങനെ അത് എഡിറ്റ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഇത് പെൻഡിങ് ആയിപ്പോയി. സോ ഇത് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്നതെന്നോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത്. നിങ്ങൾ ലഡാക്ക് ട്രിപ്പ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ, എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുള്ളൂ. അവിടെ ഫ്രം ബാംഗ്ലൂർ ടു ലഡാക്ക് ആൻഡ് ബാക്ക് ടു ബാംഗ്ലൂർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ യുവർ കമൻറ്റ്സ് ആൻഡ് തോട്ട്സ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലാനിങ് ഫോർ ദ ലഡാക്ക് റൈഡ്, യു ക്യാൻ ചെക്ക് വിത്ത് മീ. നമ്മളിപ്പോൾ പാമ്പൻ ബ്രിഡ്ജിന് അടുത്തെത്താറായിട്ടുണ്ട്. ഒരു 60 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. ഇനി ഒരു വൺ അവറിൽ നമ്മൾ പാമ്പൻ ബ്രിഡ്ജിലെത്തും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലൈക്ക് നമ്മൾ ആൾമോസ്റ്റ് കടലിനടുത്ത് എത്താറായി. എൻ്റെ നാവിഗേഷൻ ഡിവൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
സോ രണ്ട് സൈഡിലും കടലാണ്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കടലാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പാമ്പൻ ബ്രിഡ്ജിലോട്ട് കയറുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് ഫോർ മീ. ഞാൻ ഇത് ഒത്തിരി നാളുകൊണ്ട് വിചാരിച്ചതായിരുന്നു, ബട്ട് ഇപ്പോഴാണ് അത് നടന്നത്. ലഡാക്ക് ട്രിപ്പിനൊക്കെ മുമ്പേ ഞാൻ ഇത് പ്ലാൻ ചെയ്തതാണ്, ലൈക്ക് ധനുഷ്കോടി പോകണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ. ഇപ്പോഴാണ് അതിന് സമയമായത്. ആക്ച്വലി ധനുഷ്കോടി എൻ്റെ മനസ്സിൽ വരുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ ബിഗ് ബി സിനിമയിലെ ക്ലൈമാക്സ് ആണ്. ഐ മീൻ എന്താ ഒരു സീനല്ലേ അത്. ആ ഒരു സീൻ കണ്ടപ്പോൾ തൊട്ടാണ് ലൈക്ക് എനിക്ക് ഇവിടെ പോകണം, ധനുഷ്കോടി എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ വരുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ്സ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ധനുഷ്കോടി പോകേണ്ടത് എവരി വൺ ഷുഡ് ഗോ ആൻഡ് ലൈക്ക് എക്സ്പീരിയൻസ് ഇറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാമ്പൻ ബ്രിഡ്ജിൻ്റെ മേലെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും 2 റെയിൽവേ ബ്രിഡ്ജുണ്ട് അവിടെ, ഒന്ന് മേലെ ഒന്ന് താഴെ മാതിരിയുള്ളത്. സോ മേലുള്ളതാണ് പുതിയ ബ്രിഡ്ജ്. അവിടെയാണ് ഇപ്പോൾ ഇനിയും ട്രെയിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. സ്റ്റിൽ ഇറ്റ്സ് എനിക്കറിയില്ല, ബട്ട് പഴയതിനകത്തൂടെ ഇപ്പോൾ ട്രെയിനൊന്നും പോകാറില്ല എന്ന് തോന്നുന്നു. സോ ഞങ്ങളവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് പോലീസ് എല്ലാവരെയും ലൈക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിരട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോട്ടൽ രാമേശ്വരം ഗ്രാൻഡ്. ഇപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് ഫ്രഷപ്പായിട്ട് നേരെ അബ്ദുൽ കലാം സാറിൻ്റെ മ്യൂസിയത്തിൽ പോകാനായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് പിന്നെ വിചാരിച്ചു അവിടെ രാമേശ്വരം ടൗണിലൊന്ന് ചുറ്റി കറങ്ങിയിട്ട് ബീച്ച് സൈഡ് പിന്നെ രാമേശ്വരം ടെമ്പിൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയിട്ട് വരാം, പിന്നെ ടൈം ഉണ്ടെങ്കിൽ പോകാമെന്ന് വെച്ചു. ഇല്ലെങ്കിൽ നാളെ രാവിലെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് രാമേശ്വരം ടെമ്പിളിൻ്റെ പ്രധാന ഗോപുരം. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. കുറേ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരും, ലൈക്ക് നോർത്തിൽ നിന്നും വേറെ സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം ആളുകൾ വരും. നല്ല ഫേമസ് അമ്പലമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സൈഡിലൊക്കെ നിന്നു, എല്ലാം നോക്കി. ഞങ്ങളകത്തൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഘാട്ടുമാരുണ്ടല്ലോ, ലൈക്ക് നമ്മുടെ പിതൃക്കൾക്കൊക്കെ ചെയ്യുന്ന ആ സൈഡിൽ പോയി. വ്യൂ ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, അവിടെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത തുണികളെല്ലാം വന്നിട്ട് ക്ലീൻ ചെയ്യാതെ അങ്ങനെ സൈഡിൽ ബീച്ചിൻ്റെ സൈഡിലെല്ലാം അങ്ങനെ കുറേ കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോവാണ്, ബാക്ക് ടു റൂം. അവിടെ നിന്ന് പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ നമ്മുടെ ഡ്രീം പ്ലേസ് ഡെസ്റ്റിനേഷൻ ധനുഷ്കോടി. അപ്പോൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാം. താങ്ക് യു. See you all in the next video.